തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യ കേസുമായി ബന്ധപ്പെട്ട് കോടതിയലക്ഷ്യ നടപടികളിൽ ബാബ രാംദേവ് സുപ്രീം കോടതിയിൽ ഹാജരായി. നിയമവിരുദ്ധമായ പരസ്യങ്ങൾ പതഞ്ജലി ആവർത്തിക്കില്ലെന്ന് ബാബ രാംദേവ് കോടതിക്ക് ഉറപ്പ് നൽകി. രാംദേവിന്റെ സത്യവാങ്മൂലം കോടതി നേരത്തെ നിരസിച്ചിരുന്നു. വിവരങ്ങൾ ഡി ധനസുമോദ് ചേരുന്നു. സുമോദ്, ഏത് സാഹചര്യത്തിലാണ് ഈ ബാബ രാംദേവിന് കോടതിയിൽ നേരിട്ട് ഹാജരാകേണ്ടി വന്നത്? ഈ ബാബ രാംദേവും പതഞ്ജലിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ആചാര്യ ബാലകൃഷ്ണയുമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹാജരായിട്ടുള്ളത്. ഇത് IMA കൊടുത്ത ഒരു കേസിലായിരുന്നു ഹാജരായിരുന്നത്. അതായത് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു നേരത്തെ ഈ പരസ്യങ്ങൾ പിൻവലിക്കണമെന്നും മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. മാത്രമല്ല, ഇക്കാര്യത്തിൽ കോടതി നേരിട്ട് വന്ന് തന്നെ ഇക്കാര്യത്തിൽ മാപ്പ് പറയണം എന്നാണ് നേരത്തെ കോടതി ആവശ്യപ്പെട്ടിരുന്നത്. അതായത് കോവിഡ് കാലത്തും അതിനുശേഷവും ഇന്ത്യയെ രക്ഷിച്ചതും ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ ഇല്ലാതാക്കി ആയുർവേദ ഉൽപ്പന്നങ്ങൾ കൊണ്ടാണെന്നും പലപ്പോഴും മോഡേൺ മെഡിസിൻ ഒരു ആധുനിക വൈദ്യശാസ്ത്രം ഒരു തട്ടിപ്പാണ് എന്ന തരത്തിലുള്ള ഒരു പരസ്യങ്ങളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇത് നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടി മാത്രമല്ല ഈ തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പല തവണ IMA പല മേഖലകളിലും പല ബോഡികളിലും പരാതി നൽകിയിരുന്നെങ്കിൽ പോലും അവർ പിൻവലിക്കാൻ തയ്യാറായിരുന്നില്ല. മാത്രമല്ല, വീണ്ടും പുതിയ പരസ്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് IMA നേരിട്ട് സുപ്രീം കോടതിയിൽ ഇങ്ങനെ ഈ തരത്തിലൊരു ഹർജി നൽകിയത്. ഇത് പിൻവലിക്കാൻ നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ആ തരത്തിലാണ് ഇപ്പോൾ പിൻവലിക്കാൻ നിർദ്ദേശം നൽകുകയും അതിനുശേഷം അദ്ദേഹം ഒരു സത്യവാങ്മൂലം നൽകിയിരുന്നു. ഇനി ഈ തരത്തിലുള്ള പരസ്യങ്ങൾ ആവർത്തിക്കില്ല എന്നുള്ള കാര്യത്തിൽ. പക്ഷേ ഇനി സത്യവാങ്മൂലമല്ല വേണ്ടത്, നേരിട്ട് ഇവർ രണ്ടുപേരും ഹാജരായി മാപ്പ് പറയണം എന്ന് തന്നെയായിരുന്നു അറിയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ നേരിട്ട് ഹാജരാകുകയും മാപ്പ് പറയും. ഇനി ഒരു കാരണവശാലും ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നടത്തില്ല, ഇത് മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കില്ല എന്ന ഒരു ഉറപ്പ് സുപ്രീം കോടതി നൽകുകയും ചെയ്തത്. ശരി.